ദൈവമേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. എല്ലാം അങ്ങയുടെ മഹത്വത്തിനായി മാത്രം തീരണമേ. വെളിപ്പാട് 11-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ യഹൂദന്മാരുടെ ട്രിബുലേഷൻ ടെമ്പിളിനെക്കുറിച്ചും ജാതികൾ അത് നശിപ്പിക്കുന്നതിനെക്കുറിച്ചും ആ സമയം ട്രിബുലേഷൻ ടൈമിൻ്റെ അവസാനത്തെ 3.5 വർഷം ദൈവം തമ്പുരാൻ അധികാരപ്പെടുത്തിയ 2 സാക്ഷികൾ മാനസാന്തരം പ്രസംഗിക്കുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തത് നാം പഠിച്ചുവല്ലോ. പിന്നീട് അവർ മൃഗത്താൽ കൊല്ലപ്പെടുകയും 3.5 ദിവസം അവരുടെ ഡെഡ് ബോഡീസ് യെരുശലേമിലെ വീഥികളിൽ കിടക്കുന്നത് ഭൂലോകം മുഴുവൻ കാണുകയും അതിനുശേഷം ദൈവം അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും അവർ സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്തുവെന്ന് നാം പഠിച്ചല്ലോ. ഇനി പ്രാർത്ഥനയോടെ നമുക്ക് വെളിപ്പാട് 11-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിലെ പഠനത്തിലേക്ക് പ്രവേശിക്കാം. ഞാൻ വെളിപ്പാട് 11-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കുന്നു. 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴും എന്ന സ്വർഗത്തിൽ നിന്ന് ഒരു മഹാഘോഷമുണ്ടായി. 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ഇതാ സ്വർഗത്തിലെ പ്രതികരണം നാം കാണുന്നു. ദ കിങ്ഡം ഓഫ് എർത്ത്, ലോകത്തിൻ്റെ രാജ്യത്വം പിതാവായ ദൈവത്തിനും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനും ഉള്ളത്. ക്രിസ്തു അവിടെ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിൽ നിന്നും ഒരു വലിയ ശബ്ദം കേൾക്കുന്നു. തൻ്റെ രാജ്യത്വം ഭൂമിയിൽ സ്ഥാപിക്കുവാൻ വേണ്ടി ഈ സമയത്ത് ക്രിസ്തു വരുന്നില്ല. എങ്കിലും റെവലേഷൻ 19-ാം അധ്യായം 11 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവിൻ്റെ മഹത്വകരമായ പ്രത്യക്ഷതയും എതിർ ക്രിസ്തുവിനെയും ഫോൾസ് പ്രോഫറ്റിനെയും തൻ്റെ ശത്രുക്കളെയും അഗ്നി തടാകത്തിലേക്ക് എറിയുന്നതും നമ്മൾ പഠിക്കുവാൻ പോകുകയാണ്. ക്രിസ്തുവിൻ്റെ ഭൂമിയിലുള്ള 1000 ആണ്ട് വാഴ്ചയാണ് ഇവിടുത്തെ വിഷയം. പ്രൈസ് ദ ലോർഡ്. വെളിപ്പാട് 11-ാം അധ്യായം 16 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരും കവണു വീണ് ദൈവത്തെ നമസ്കരിച്ച് പറഞ്ഞത്, സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ, നീ മഹാശക്തി ധരിച്ച് വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്വത്തിൻ്റെ പ്രഖ്യാപനം കേട്ട് ദൈവസന്നിധിയിൽ സിംഹാസനത്തിലിരിക്കുന്ന ദൈവസഭ പ്രതിനിധീകരിക്കുന്ന 24 മൂപ്പന്മാർ കവണു വീണ് ദൈവത്തെ നമസ്കരിക്കുന്നു. ഈ മൂപ്പന്മാരെക്കുറിച്ച് വെളിപ്പാട് 4-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും നാം വിശദമായി പഠിച്ചുവല്ലോ. വെളിപ്പാട് 4-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. മൂപ്പന്മാരും സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. ഈ 24 മൂപ്പന്മാർ എന്നേക്കും ജീവിക്കുന്ന സർവശക്തിയുള്ള ദൈവത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിലെ വിവരണങ്ങൾ എല്ലാം വളരെ സ്ട്രിക്റ്റായ ക്രോണോളജിക്കൽ, അതായത് കാലക്രമമായിട്ടുള്ള രീതിയിൽ അനുസരിച്ചിട്ട് അല്ല എഴുതിയിരിക്കുന്നത് എന്ന് നാം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. കർത്താവിൻ്റെ ഭൂമിയിലേക്കുള്ള 2ാമത്തെ വരവിൻ്റെ സമയത്താണ് ക്രിസ്തുവിൻ്റെ ലോകത്തിലെ 1000 ആണ്ട് വാഴ്ച സംഭവിക്കുന്നത്. നാം ദൈവത്തെ ഏത് രീതിയിലാണ് കാണുന്നത്? ജെയിംസ് 1:17 നാം ഇങ്ങനെ വായിക്കുന്നു: എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഈ വാക്യം വിശ്വസിക്കുന്ന നമുക്ക് നന്ദിയുള്ളവരായി സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിക്കാം. 32-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് പോലെ, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ എന്ന് നാം വിശ്വസിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളുടെയും പ്രതിസന്ധികളുടെയും പരീക്ഷണങ്ങളുടെയും സമയങ്ങളിൽ പരിശുദ്ധനും ഉന്നതനുമായ ദൈവത്തിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. നമ്മുടെ ദൈവം അനന്യനെന്ന് വിശ്വസിക്കുന്ന സമയങ്ങളിൽ യേശു കർത്താവിൻ്റെ കൂടെയുള്ള നിത്യതയ്ക്കായി നാം കാത്തിരിക്കുന്നു. നമുക്ക് 18-ാമത്തെ വാക്യം വായിക്കാം. ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായി നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുക്കുവാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കുവാനുമുള്ള കാലവും വന്നു. ഈ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം സങ്കീർത്തനം 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോഴുള്ള ഒരു താരതമ്യം പോലെ കാണുന്നു. അത് ഞാൻ വായിക്കുന്നു. സാംസ് 2:1-5. ജാതികൾ കലഹിക്കുന്നതും
വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? യഹോവയ്ക്കും അവൻ്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞുകളക. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളി ചെയ്യും, ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. ഈ മൂപ്പന്മാരുടെ ആരാധന ദൈവം തൻ്റെ ദാസന്മാർക്ക് കൊടുക്കുന്ന പ്രതിഫലങ്ങളെ എടുത്ത് കാണിക്കുന്നു. ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കുന്ന കാലഘട്ടം. വെളിപ്പാട് 19-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ 2ാം വരവും തൻ്റെ ശത്രുക്കളുടെ മേലുള്ള വിജയവും കാണിക്കുന്നു. തൻ്റെ ശത്രുക്കളെ നശിപ്പിക്കുവാനും മരിച്ചവരെ വിധിപ്പാനും തൻ്റെ ദാസന്മാർക്ക് പ്രതിഫലങ്ങൾ കൊടുക്കുവാനും യേശു കർത്താവ് വരുന്നു. സ്തോത്രം. നമുക്ക് 19-ാമത്തെ വാക്യം വായിക്കാം. അപ്പോൾ സ്വർഗത്തിലെ ദൈവാലയം തുറന്നു, അവൻ്റെ നിയമപ്പെട്ടകം അവൻ്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കൽമഴയും ഉണ്ടായി. 7-ാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ വലിയ ഒരു ഭൂകമ്പം യെരുശലേമിൻ്റെ 10-1 നശിപ്പിക്കുകയും 7000 പേർ കൊല്ലപ്പെടുകയും ചെയ്തുവെന്നും സ്വർഗത്തിൽ നിന്നും വലിയ ശബ്ദം ധ്വനിക്കുകയും ദൈവസന്നിധിയിൽ സിംഹാസനത്തിലിരിക്കുന്ന 24 മൂപ്പന്മാർ കുമ്പിട്ട് യേശുക്രിസ്തുവിനെ ആരാധിക്കുകയും ചെയ്യുമെന്ന് 11-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പഠിച്ചല്ലോ. ഇപ്പോൾ ഇതായി 11-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ സ്വർഗത്തിലെ ദൈവാലയം തുറന്നു കിടക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അവിടെ ദൈവത്തിൻ്റെ ആർക്ക് ഓഫ് ദ കവനന്റ് നിയമപ്പെട്ടകം കാണുന്നു. പഴയ നിയമപ്രകാരം ദൈവത്തിൻ്റെ പെട്ടകം ആർക്ക് ഓഫ് ദി കവനന്റ് സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഇതിൻ്റെ വിവരണങ്ങൾ നമുക്ക് പുറപ്പാട് 25, 37, 40 എന്നീ അധ്യായങ്ങളിൽ വിശദമായി പഠിച്ചു മനസ്സിലാക്കാം. പെട്ടകത്തിൻ്റെ അകത്തുള്ള 3 സംഗതികൾ ചുരുക്കമായിട്ടുള്ളത് നമുക്ക് ഹീബ്രൂസ് 9:1-4 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കാം. അത് ഞാൻ വായിക്കുന്നു. ഹീബ്രൂസ് 9:1-5. എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായ ഒരു വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. 2. ഒരു കൂടാരം ചമച്ചു. അതിൻ്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. അതിന് വിശുദ്ധ സ്ഥലം എന്ന പേർ. 3. 2-ാം തിരശ്ശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധം എന്ന കൂടാരം ഉണ്ടായിരുന്നു. 4. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മന്നായിട്ട് വെച്ച പൊൻപാത്രവും അഹരോൻ്റെ തളർത്ത വടിയും നിയമത്തിൻ്റെ കൽപ്പനകളും. 5. അതിനു മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിൻ്റെ കെരൂബുകളും ഉണ്ടായിരുന്നു. 3 സംഗതികളാണ് ഈ പെട്ടകത്തിൽ ഉണ്ടായിരുന്നത്. ഒന്നാമതായി മന്ന ഇട്ടുവെച്ച പൊൻപാത്രം, 2-ാമതായി അഹരോൻ്റെ തളർത്ത വടി, 3-ാമതായി നിയമത്തിൻ്റെ കൽപ്പനകൾ. The Bible's last mention of the Ark of the Covenant is in 2 Chronicles chapter 35 verse 3. സ്വർഗത്തിലെ ദൈവാലയത്തിൻ്റെ ബ്ലൂ പ്രിൻറ്റിൽ ഒരു നിഴലായി മാത്രമാണ് ഭൂമിയിലെ ദേവാലയവും സമാഗമന കൂടാരവും പണിതത് എന്ന് നാം പ്രത്യേകമായി ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ലോകത്തിൻ്റെ രാജ്യത്വം നമ്മുടെ ദൈവത്തിന് ഉള്ളതാണ് എന്നുള്ള ഒരു അടയാളമാണ് ഇത്. സാത്താൻ്റെ ലോകാധിപത്യം വളരെ താൽക്കാലികമാണ്. ദൈവത്തിൻ്റെ ആലയം സ്വർഗത്തിൽ തുറന്ന് നിയമപ്പെട്ടകം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഭൂമിയിൽ ഇടിയും മിന്നലും ഭൂകമ്പവും വലിയ കൽമഴയും ഉണ്ടായി. ട്രംപറ്റ് ജഡ്ജ്മെൻറ്റിൻ്റെ ആരംഭത്തിൽ ഇതുപോലെ തന്നെ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായത് നമുക്ക് വെളിപ്പാട് 8-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ വായിക്കാം. Although the ark disappeared during the exile after Babylonians destroyed the Solomon's temple, it never lost its significance. The appearance of the ark in heaven indicates that God's presence and protection continued for his people. Wars or earthly calamities cannot destroy the ark's significance. When Jesus reigns in the millennium, sin and death will be gone, and God will be the light and glory of the New Jerusalem, making the temple unnecessary. Praise the Lord. ദൈവത്തിൻ്റെ രാജ്യത്വം നിത്യതയിൽ ഉള്ളതാണ്. He will reign as the King forever and ever and ever. Amen. നാം ഇന്ന് പഠിച്ച വെളിപ്പാട് പുസ്തകം
11 അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ഭൂമിയിലെ രാജ്യങ്ങൾ ക്രിസ്തുവിൻ്റെ നിത്യവാഴ്ചയിലേക്കുള്ള പരിവർത്തനത്തെ അടയാളപ്പെടുത്തുന്ന 7ാമത്തെ കാഹളം മുഴങ്ങുന്നതിനെ വിവരിക്കുന്നു. ഇത് നിരവധി പ്രധാന വിഷയങ്ങൾ എടുത്തു കാണിക്കുന്നത് മൂലം പൂർണ്ണമായി ഗ്രഹിക്കുവാൻ പ്രയാസമുള്ള ഒരു ഭാഗമാണ്. സ്വർഗത്തിലെ ആരാധന, മരിച്ചവരുടെ ന്യായവിധി, ദൈവദാസന്മാരുടെ പ്രതിഫലങ്ങൾ, ദൈവരാജ്യത്തിൻ്റെ അന്തിമ വിജയം, അത് സൂചിപ്പിക്കുന്ന സ്വർഗീയ ദേവാലയം, ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ലോകരാജ്യം ദൈവരാജ്യമായി മാറിയിരിക്കുന്നുവെന്ന് സ്വർഗത്തിലെ ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ പ്രഖ്യാപിക്കുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തത, ദൈവസാന്നിധ്യം, ദൈവവാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണം, ഇതെല്ലാം നേടുന്നതിനായി നമ്മുടെ ജീവിതം തിരുസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കാം. ദൈവത്തിൻ്റെ കൃപ നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.